മുത്തുമണീസ് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളിടത്തൊന്നും പോണില്ല. ഇന്ന് നമ്മുടെ അക്ഷയ സെൻറ്ററിലോട്ടൊന്ന് പോകണം. അപ്പോൾ ഞാനും പൊന്നൂസും കൂടെയാണ് പോകുന്നത്. അപ്പോൾ എബിക്കുട്ടന് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. മോൻകുട്ടൻ പോയി സ്കൂളിൽ. അപ്പോൾ പൊന്നൂസ് ഉണ്ടായിരുന്നു. പൊന്നൂസ് ഞാനും കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്കാണേ പോകുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ കുടയൊക്കെ ചൂടിയാണ് പോകുന്നത്. നമ്മൾ ആ കുട ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ പൊരി വെയിലിൽ കരിഞ്ഞു പോയതിന് അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് പോവുകയാണേ. അപ്പോൾ പോകുന്ന വഴിയിൽ മറ്റു വീടുകളുടെ മുന്നിലുള്ള ചെടിത്തോട്ടത്തിലാണ് എൻ്റെ കണ്ണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത്തിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ. നടന്നാണ് പോവേണ്ടത്. അക്ഷയയിൽ ന്യൂസ് എന്നോടൊപ്പം വന്നിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടെ വരാം അക്ഷയയിൽ, പക്ഷേ എനിക്ക് ഐസ്ക്രീം മേടിച്ച് തരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ശരി, ഞാൻ മേടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞാണ് കേട്ടോ എന്നോടൊപ്പം ഇറങ്ങിയത്. അപ്പോൾ അക്ഷയയിലും പോയിട്ട് ഒന്ന് ഐസ്ക്രീം മേടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബേക്കറിയിലും കൂടെ ഒന്ന് കയറുന്നുണ്ട്. ബേക്കറിയിൽ പോകണം. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ഷോപ്പിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയയിൽ കയറി, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പോയ കാര്യം ഒന്നും ശരിയായില്ല, സൈറ്റൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് പതുക്കെ നമ്മൾ ബേക്കറിയിലോട്ട് പോയി. എന്തായാലും വന്നതല്ലേ, പൊന്നുകുട്ടിക്ക് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ എന്ന് കരുതി നമ്മൾ ബേക്കറിയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ബേക്കറി വിത്ത് ഫാൻസി കടയായിരുന്നു കേട്ടോ. അപ്പോൾ ഫാൻസിയിലൊക്കെ നമ്മൾ പൊന്നൂസ് ഇങ്ങനെ നടന്നു വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ക്യൂടെക്സും ഒക്കെ ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വളയും ക്യൂടെക്സും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ പൊട്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയ പൊട്ടൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ ടൈപ്പ് പൊട്ടാണ്, അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ അവിടെ നിന്ന് നമ്മുടെ ചോക്കോബാർ, നമ്മുടെ ഫേവറേറ്റ് ആണ് ചോക്കോബാർ അല്ലേ. അപ്പം ചോക്കോബാർ മേടിച്ച് അവിടെ നിന്ന് 2 ചോക്ലേറ്റും കൂടെ മേടിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയായിരുന്നു. പൊന്നൂസ് അവിടെ മൊത്തം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നടന്ന വഴിക്ക് ഒരു മുല്ലപ്പൂ പൂത്ത് നിൽക്കുന്ന ഒരു മരം കണ്ടു കേട്ടോ. എൻ്റെ പൊന്നൂസിന് പിന്നെ വരാനൊന്നും തോന്നിയില്ല. ആ മുല്ലയുടെ മൂട്ടി പോയി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൂക്കൾ കണ്ടിട്ട് എൻ്റെ പൊന്നൂസിന് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അവൾക്ക് അവിടെ നിന്ന് തിരിച്ച് പോകണമെന്ന് തന്നെ ഒരു താല്പര്യമില്ലായിരുന്നു. ഒത്തിരി പൂക്കൾ, അത്രമാത്രം പൂക്കളുണ്ടായിരുന്നു. മുല്ലയുടെ സീസണല്ലേ ഇത്. അപ്പോൾ തറയിൽ മൊത്തം കാണുന്നുണ്ടോ, ഇഷ്ടംമാതിരി പൂത്ത് കൊഴിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നോക്കി അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകാനായിട്ട് നടന്ന് വന്ന വഴിക്ക് കുറച്ച് പ്രാവുകൾ നമ്മുടെ കടയുടെ സൈഡിൽ ഇങ്ങനെ അരി എന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോവാണ്. ഫോണും കൊണ്ട് വീഡിയോ പിടിക്കാനായിട്ട് പോയപ്പോഴേക്കും പ്രാവുകളെല്ലാം പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.